കൂട്ടുകാരെ, ദൈവവചനത്തിന്റെ കാതൽ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ സന്ദേശവുമായി നിങ്ങൾക്ക് മുന്നിലിതാ തിരുവിരുന്നിന്റെ മറ്റൊരധ്യായം. ഈശോയുടെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? സന്തോഷമാണോ? അത് കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷമായിട്ട് മിടുക്കന്മാരും മിടുക്കികളുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ 4 വരി കവിത നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ആ എന്ന അക്ഷരത്തിൽ മാ എന്നൊരക്ഷരം ചേർന്നാൽ അമ്മ എന്നൊരു നിധി കിട്ടി. അഴകുള്ള നിധി, അലിവുള്ള നിധി, അഴകാർന്ന നിധി. ആരെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്? അമ്മയെക്കുറിച്ച് അല്ലേ? നമ്മുടെ പപ്പായും മമ്മിയും എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ അവര് നമ്മളെ വഴക്ക് പറയല്ലേ? പറയും. അപ്പൊ നിങ്ങക്ക് വിഷമാകിയല്ലേ? വിഷമാകും. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? കരയും തന്നെ. അവിടെ പോയിരുന്ന് കരയും. പക്ഷെ എന്തിനു വേണ്ടിയാ അവര്, നമ്മുടെ മാതാപിതാക്കള് നമ്മളെ വഴക്ക് പറയുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ നല്ല കുഞ്ഞുങ്ങളായി തീരാൻ വേണ്ടി അല്ലേ? നിങ്ങളെക്കുറിച്ച് അവർക്കൊരു പ്ലാനും പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയോട് ചേർത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എൻ്റെ മോൻ നല്ലവനാകണം, എൻ്റെ മകൾ നല്ലവളാകണം എന്നുള്ള ഒത്തിരി ആഗ്രഹം അവർക്കുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊരു ഗെയിം കളിച്ചാലോ? കളിക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഒരു 5 പേര് എഴുന്നേറ്റ് വരണം ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. 5 പേര്. കൂട്ടുകാരെ, ഇനി ഒരു ഗെയിം കളിച്ചാലോ? കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇത് മനസ്സുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കളിയാ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവരുടെ എല്ലാവരുടെയും കണ്ണുകൾ കെട്ടും. കണ്ണ് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പേരെ ഞാൻ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന വേറെ ആരെയല്ല, അമ്മമാരെയാണ് കൊണ്ടുവരുന്നത്. ഇവരുടെ തന്നെ അമ്മമാരെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇവരുടെ സ്വന്തം അമ്മയെ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഗെയിം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ എല്ലാവരുടെയും അമ്മമാരെ ഇവിടെ കൊണ്ടുവരും. നിങ്ങൾ തന്നെ നിങ്ങളുടെ അമ്മമാരെ കണ്ടുപിടിക്കണം. റെഡിയാണോ? കൈയടിക്കാം. നിങ്ങൾ അങ്ങോട്ട് നീങ്ങി നിൽക്കാം, അപ്പുറത്തേക്ക് നീങ്ങി നിൽക്കാം. കൂട്ടുകാരെ, ഇവിടെ നിൽക്കുന്ന 5 പേരുണ്ട്. ഈ 5 പേരുടെ അമ്മമാരും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവരുടെ ഓരോരുത്തരെയും കണ്ണുകൾ കെട്ടിയിട്ട് ഇവരുടെ സ്വന്തം അമ്മമാരെ ഇവർ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഗെയിം. നമുക്ക് ചെയ്താലോ? റെഡിയല്ലേ? റെഡിയാണ്. അപ്പോൾ ഞാൻ 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് കണ്ണ് കെട്ടാനുള്ളത് കൊണ്ടുവരും. ഓരോരുത്തരായിട്ട് നിങ്ങളെ കണ്ണ് കെട്ടിക്കും. സിസ്റ്റർ പറയും, അന്നേരം ഓരോരുത്തർ പോയാൽ മതി കേട്ടോ. ഓക്കെ. ഒരു സിസ്റ്ററും ബിന്ദു സിസ്റ്ററും കൂടി എന്നെ സഹായിക്കാൻ വരികയല്ലേ? ഇതാ നമ്മുടെ ഗെയിം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കാണണം. റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പോൾ ഇതാ 1 2 3 സ്റ്റാർട്ട് എന്ന് കഴിയുമ്പോൾ എല്ലാവരും പോകുന്നില്ല. സിസ്റ്റർ ഓരോരുത്തരെയാണ് പറഞ്ഞു വിടുന്നത്. അവർ മാത്രം പോയി അവരുടെ അമ്മമാരെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരണം. ഓക്കെ? ആദ്യം അൻസിയാണ് പോകാൻ പോകുന്നത്. നമുക്ക് അൻസിയുടെ സ്വന്തം അമ്മയെ കണ്ടുപിടിക്കുമോ നമുക്ക് നോക്കാം. ശരിക്കും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മുഖത്തും കൈകളിലും കാര്യങ്ങളും നിങ്ങൾ നിരുന്നൊക്കെ കൊടുക്കുക. ഇരുന്നെല്ലാം നോക്കുക. ആണോ? അല്ല. അല്ലേ? ആണോ? ശരിക്കും നോക്കിക്കോ, പേടിക്കൊന്നും വേണ്ട. അമ്മയാണോ? അല്ല. അതാണോ? അല്ല. നീ ആരെങ്കിലും ഉണ്ടോ? ആണോ? അതെ. നല്ലൊരു ക്ലാസ് കൊടുത്തേ. മോളുടെ അമ്മയെ തന്നെയാണോ മോള് കണ്ടുപിടിച്ചത് എന്ന് നമുക്ക് കെട്ടിപ്പിടിച്ചൊരു മൂടത്തെ അമ്മയാണെങ്കിൽ അമ്മയെ തന്നെ മോള് കണ്ടുപിടിച്ച് പിടിക്കുകയാണ് കേട്ടോ. വീണ്ടും അടുത്തയാള് അവിടെ പോയി നിൽക്കാം.
നിങ്ങൾ അല്പം കുനിഞ്ഞിരിക്കണം, ചെറിയ പിള്ളേരാകുമ്പോൾ കേട്ടോ. ഇരുന്ന് കൊടുക്കുക, നോക്കാം. ചെല്ലു പൊക്കോ, വേഗം വേഗം നോക്കിക്കോ. അമ്മ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അല്ല. ഓക്കെ, അല്ല, ഉറപ്പായി. അടുത്ത്. അല്ല, അല്ല, അതും അല്ല. ആണ്, ഉറപ്പാ? അതല്ല, അമ്മയല്ല. അതെ, നമുക്ക് നോക്കാം അമ്മ തന്നെയാണെന്ന്. തിരിഞ്ഞു നിന്നേ, നോക്കിക്കേ, അമ്മയാണോ? അതെ. അന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്തു അമ്മയ്ക്ക്. അല്ലെ ക്ലാപ്പ് കൊടുക്കാം. സ്വന്തം അമ്മയെ തന്നെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയി നിൽക്കാം. ജോഷുവ, അടുത്ത് നമുക്ക് പോയാലോ? കണ്ടുപിടിക്കാം അല്ലേ? നമുക്ക് നോക്കാം. അല്ല, അല്ല അല്ലേ? ഈ അമ്മയാണോ? നോക്കിക്കാൻ തന്നെ. അതുമല്ല, ഇത് തന്നെ ആയിരിക്കും അമ്മ. ഇനി നോക്കിയോ? അതല്ല. അല്ല, ഞാൻ ഉറപ്പായി അല്ല എന്ന്. അല്ല. ഇനി അമ്മ ഈ കൂടെ ഇല്ല ഇനി? അതെയോ? അല്ലടാ. ഉറപ്പാ? ഇതല്ല നിന്റെ അമ്മ? അതെ. അതെ എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് നോക്കാമെന്നാല്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കുക, അമ്മ തന്നെയാണോന്ന്. അതെയോ? എന്നാ കെട്ടിപ്പിടിച്ച അമ്മയ്ക്ക് ഒരു ഉമ്മയെ കൊടുത്തോ? അല്ലെ ക്ലാപ്പ് കൊടുക്കാം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അടുത്തതാണ് നമ്മുടെ കുഞ്ഞുമോൾ. ഇതാ വരാൻ പോവുകയാണ്. നമുക്കൊന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കാം അല്ലേ? നോക്കിക്കോ. അല്ല, അല്ല, അതായിരുന്നു ശരിക്കും. അല്ല. അതെയോ? ആണ്, ആണ്, ആണ്. നമുക്ക് നോക്കാം. ആണോ? ആണോ? അല്ല. ഇത് കൊച്ചിന്റെ അമ്മയല്ലായിരുന്നു അല്ലേ? അത് സാരമില്ല, അമ്മ അവിടെ നിപ്പുണ്ട്. മോളുടെ അമ്മ ഏതാണ്? അത് അമ്മയ്ക്കൊരു കെട്ടിപ്പിടിച്ച അമ്മ കൊടുത്തിട്ട് പോയോ? ഓക്കെ, വാ. പിടിച്ചോ, ഇവിടെ നിന്നോ. പിടിച്ചോ, ഇത് പിടിച്ചിവിടെ നിന്നോ. ഇനി ഒരാളും കൂടി ഉണ്ട് നമുക്ക് അല്ലേ? നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാവോ? നമുക്കൊന്ന് നോക്കാം. തുടങ്ങാം അല്ലേ? നോക്കിക്കോ. കൊച്ചിന്റെ അമ്മയാണോ എന്ന് തപ്പി നോക്കി കണ്ടുപിടിക്കണം. അല്ല, അതും അല്ല. എനിക്ക് നോക്കി കയ്യിലൊക്കെ പിടിച്ചു നോക്കിയാണോന്ന്. അതല്ല. എന്നാ ഇത് തന്നെ ആയിരിക്കും. ആണ്, അതുതന്നെയാണ് കൊച്ചിന്റെ അമ്മ. അത് ചിലപ്പോ ആയിരിക്കും അല്ലേ? ഉറപ്പാ? അതെങ്ങനെ തിരിഞ്ഞേ? നിനക്കറിയാം. നമുക്ക് നോക്കാം. ദൈവമേ, തെറ്റിപ്പോയി എന്ത് ചെയ്യുവാവോ? ആണോ? അന്നേരം കെട്ടിപ്പിടിച്ചിരുമ്പോ കൊടുക്ക്. ഓക്കെ, നമ്മുടെ ഗെയിം കഴിഞ്ഞു. ഇത് കൊടുത്തു. നല്ല ക്ലാപ്പ് കൊടുത്തേ. ഗെയിം ഇഷ്ടപ്പെട്ടോ? ഗെയിം ഇഷ്ടപ്പെട്ടോ? ഗെയിം ഇഷ്ടപ്പെട്ടു. അമ്മമാർക്ക് സ്വന്തം മക്കളെ എന്താ തോന്നുന്നത്? മക്കളോട് അവരോട് സ്നേഹം തോന്നുന്നുണ്ടോ? സ്നേഹം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ അമ്മമാരെ കണ്ടുപിടിക്കാൻ പറ്റി? എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റിയോ? കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത്? പറഞ്ഞോ, പേടിക്കുന്നുണ്ട്. മേത്ത് തൊട്ടപ്പോൾ പറ്റിയില്ല. അത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ജോഷുവ, എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്? അമ്മയുടെ സ്പർശത്തിലൂടെ. അമ്മയുടെ സ്പർശനത്തോട് തോന്നി. കയ്യെ പിടിച്ചപ്പോ തോന്നിയോ? ഇല്ല. കൊച്ചിന്റെ അമ്മയുടെ കയ്യെ പിടിച്ചപ്പോ മോന് തോന്നിയോ? സ്വന്തം അമ്മയാന്ന് തോന്നിയോ? തലയിലൊക്കെ തൊട്ടി നോക്കിയപ്പോ, തലയിൽ തൊട്ട് നോക്കിയപ്പോഴൊക്കെ അവന് മനസ്സിലായി അവന്റെ അമ്മയാണെന്ന്. എന്ത് തോന്നി? അമ്മയെ എങ്ങനെ തിരിച്ചറിഞ്ഞ മോള്? എനിക്ക് എന്റെ അമ്മയുടെ സാരി കണ്ടപ്പോഴേക്ക് മനസ്സിലായി. എന്റെ അമ്മയുടെ സാരിയിൽ സീക്വൻസ് ഉണ്ട്. ആഹാ, അതാണോ കാര്യം? അങ്ങനെയാണോ കണ്ടുപിടിച്ചേ? ഓക്കെ, മോൾക്ക് എങ്ങനെ മനസ്സിലായി? സ്വന്തം അമ്മ എങ്ങനെ മനസ്സിലായി? എന്റെ അമ്മയുടെ കയ്യിൽ ഒരു ചെയിൻ പോലത്തെ വളയുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ അമ്മയെ കണ്ടുപിടിച്ചേ? ചെയിൻ നോക്കിയാണ് കണ്ടുപിടിച്ചേ. കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ക്ലാപ്പ് കൊടുത്ത് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം ഈ ഗെയിമിന് വേണ്ടിയിട്ട്. ഇരിക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. മാതാവിനെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രിയ കൂട്ടുകാരെ,
നമുക്ക് മാതാപിതാക്കളെ ബഹുമാനിച്ചു വളരാം. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിൻ്റെയും സ്നേഹിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊരു ക്ലാസ് ശ്രദ്ധിക്കാം. നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ തന്നെ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ട് ചിലർക്ക് അവരുടെ അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 5 പേരിൽ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ബാക്കി 4 പേർക്കും അമ്മമാരെ കണ്ടുപിടിക്കാൻ പറ്റി. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ എവിടെ കൊണ്ടുവിട്ടാലും ഏത് ദേശത്താണേലും അവരുടെ കരങ്ങൾ പിടിച്ച് അല്ലേ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയെന്ന് മനസ്സിലാകിയല്ലേ? എന്ത് സന്ദേശമാണ് ഈ ഗെയിമിലൂടെ കിട്ടിയത്? ആർക്ക് പറയാൻ പറ്റും? പറ ട്രീസ മോള്. മാതാപിതാക്കളും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കേവലം ശാരീരികമായിട്ടുള്ളതല്ല, ആത്മീയമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അവരുടെ മനസ്സും നമ്മുടെ മനസ്സുമായിട്ട് ചേർന്നാണ്. മനസ്സിനൊരു ചേർച്ചയുണ്ട്. ഇപ്പൊ എത്ര കണ്ണു മൂടി കെട്ടിയാലും കുട്ടികൾക്ക് അവരുടെ അമ്മമാരെ മനസ്സിലാക്കാൻ പറ്റും. അമ്മമാരുള്ള സ്നേഹം കൂടുതലാണ് അവരോടുള്ള. ചെറുപ്പം തൊട്ടേ നമ്മളെ വളർത്തുന്നതും നമ്മൾ സ്നേഹിക്കുന്നതും കൊഞ്ചിക്കുന്നതൊക്കെ നമ്മുടെ അമ്മമാരാണ് കൂടുതൽ പപ്പമാരെക്കാളും. അപ്പൊ അമ്മമാരായാലും കുടുംബത്തിലെ എല്ലാവരും തന്നെ കുട്ടികൾക്ക് ഭൂരിഭാഗം കുട്ടികൾക്കും മനസ്സിലാവും. ഇപ്പൊ കണ്ണ് കെട്ടിയിട്ടാണെങ്കിലും കണ്ണ് കെട്ടിയാലും ഇല്ലെങ്കിലും സ്വന്തം അമ്മയെ മനസ്സിലാകും എന്നാണ് ട്രീസ പറഞ്ഞത്. ശരിയാണോ? ശരിയാണ്. ഇനി നമുക്ക് കണ്ണ് കെട്ടി കഴിഞ്ഞപ്പോൾ കയ്യിൽ പിടിച്ചപ്പോൾ ചിലപ്പോൾ മനസ്സിലായി കാണിയലായിരിക്കും ചിലർക്ക്. ഒരാൾക്ക് മനസ്സിലായില്ല. മോള് ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം, നമ്മുടെ അമ്മമാരും അപ്പന്മാരും കയ്യിൽ പിടിച്ചുകൊണ്ട് മാത്രം അവരുടെ സ്വരം കേട്ടാൽ നമുക്ക് മനസ്സിലാവൂലേ? ഇപ്പൊ അവരൊന്നും സംസാരിച്ചില്ല അല്ലേ? അവരുടെ സ്വരം കേൾക്കുമ്പോൾ മനസ്സിലാകും. അതല്ലേ, അവരെ നന്നായിട്ട് കെട്ടിപ്പിടിച്ചാൽ മനസ്സിലാകും. ഞാൻ ശ്രദ്ധിച്ചു, ഇസബെല്ല എന്താ ചെയ്തേ? ജസ്റ്റ് കയ്യേലേ പിടിച്ചുള്ളൂ, കയ്യെ പിടിച്ച് മനസ്സിലായില്ല. ശരിക്കും അവരോട് ചേർന്ന് അടുത്ത് വരും തോറും നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അത്ര അടുത്ത് വന്നില്ല. നമ്മൾ അവരോട് സ്നേഹത്തോടെ അവരെ കെട്ടിപ്പിടിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് നല്ല ചുംബനം കൊടുക്കുക, നന്നായിട്ട് അവരെ നോക്കുക. നമ്മുടെ കരങ്ങൾ കൊണ്ട് തന്നെ സ്പർശിച്ച് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഗെയിമിലൂടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വന്തമാണ്, നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ഈ ലോകത്തിലുള്ള മറ്റുള്ള എല്ലാ അമ്മമാരെക്കാളും എല്ലാ അപ്പച്ചന്മാരെക്കാളും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാണോ? പ്രിയപ്പെട്ടവരാണ്. കൂട്ടുകാരെ, ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പനും അമ്മയ്ക്കും ഏറെ പ്രിയമോടെ നസ്രത്തിൽ ജീവിച്ചു ഉണ്ണീശോ, വെള്ളം കോരിയും വേല ചെയ്തും നസ്രത്തിൽ ജീവിച്ചു ഉണ്ണീശോ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പനും അമ്മയ്ക്കും ഏറെ പ്രിയമോടെ നസ്രത്തിൽ ജീവിച്ചു ഉണ്ണീശോ, വെള്ളം കോരിയും വേല ചെയ്തും നസ്രത്തിൽ ജീവിച്ചു ഉണ്ണീശോ. ഉണ്ണീശോ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് ജീവിച്ചത്? അവരെ സഹായിച്ചുകൊണ്ട് അല്ലേ? അവർ അപ്പനെയും അമ്മയെയും അനുസരിച്ചുകൊണ്ട് ഉണ്ണീശോ നസ്രത്തിൽ വളർന്നു വന്ന ഒരു കൊച്ചു പാട്ടാണിത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ നിങ്ങളിങ്ങനെ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്ത് അങ്ങനെയൊക്കെയാണോ നിങ്ങൾ വളർന്നു വരുന്നത്? അതെയോ? എല്ലാവരും മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാറുണ്ടോ? ചിലർക്കൊരു സംശയമുണ്ട്. അന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ആർക്ക് പറയാൻ സാധിക്കും അത്? ആര് പറയുന്നേ? ആശ്വിൻ. ഓക്കെ, മൈക്ക് അടുപ്പിച്ച് പിടിച്ചോട്ടെ. പറഞ്ഞ ആശ്വിനെ അറിയാൻ നോക്കാം. എവിടെയാണ് പറയുന്നത്? എഫേസോസ് 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആരാ എഫേസോസർക്ക് എഴുതിയത്? വിശുദ്ധ പൗലോസിഹ എഫേസോസർക്ക് എഴുതിയ ലേഖനം എത്രാം അധ്യായമാണ്? 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വചനമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. ഒന്ന് പറയാം. കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. കുട്ടികളെ കർത്താവിൻ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുവിൻ. വീണ്ടും, അത് ന്യായവും യുക്തവുമാണ്. നിങ്ങൾക്ക് നന്മ കൈവരിക്കുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അപ്പോൾ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികൾ അനുസരണയുള്ള മക്കളായി തീരുന്നതിന് വേണ്ടിയിട്ട്, നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 5-6 വാക്യത്തിൽ എന്താ പറയുന്നത്? തന്റെ പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. തന്റെ പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. ഓക്കെ, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, യേശുവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. ആ വചനം അനുസരിച്ച് ജീവിക്കുക തന്നെ ചെയ്യണം. വീണ്ടും പറയുന്നുണ്ട് വചനത്തിൽ. ആരാ പറയുന്നേ? പറയാം.
പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇന്നത്തെ കാലഘട്ടത്തില് മക്കള് മാതാപിതാക്കളെ അനുസരിച്ച് വളരുന്നത് ചുരുക്കമാണ്. നമ്മുടെ കുഞ്ഞുങ്ങള് അപ്പനോടും അമ്മയോടും കൂടി ആയിരിക്കണമെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്, അല്ലേ? പക്ഷേ അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനുവേണ്ടി കുടുംബത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടുകൂടി ഇടയ്ക്ക് ദേവാലയത്തിൽ നമ്മൾ പോകണം, നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അതല്ല, സ്കൂളിൽ ചേരുമ്പോൾ അധ്യാപകർ പറഞ്ഞു തരുന്ന കാര്യം നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായി മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ഉണ്ണിയേശുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ വരണം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കുരിശൊക്കെ വരയ്ക്കുമ്പോൾ വചനങ്ങളൊക്കെ പഠിക്കാറുണ്ടോ? ഉണ്ട്. എനിക്കറിയാം, ഒരു വീട്ടിൽ ഞാൻ പല പ്രാവശ്യം വീട്ടിൽ ചെന്നിട്ടുണ്ട്. അപ്പം മാതാപിതാക്കൾ പറയും, സിസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിൽ കുരിശ് വരയ്ക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങളുടെ മക്കൾ ഓരോ വചനം ബൈ ഹാർട്ട് പഠിക്കും. ആ വചനം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് അവർ പരിശ്രമിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മക്കളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഇതാണ്: എൻ്റെ കുഞ്ഞുങ്ങൾ വചനം പഠിച്ചെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. അവർ വചനത്തിന് സാക്ഷികളായി എന്നെന്നും മരണം വരെ ജീവിക്കണം എന്നാണ് ഈ മാതാപിതാക്കളുടെ ആഗ്രഹം എന്ന് പറയാറുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വീട്ടിൽ വചനം പഠിക്കാറുണ്ടോ? ഉണ്ട്. ആർക്കെങ്കിലും അങ്ങനെ വചനം കാണാതെ പറയാൻ അറിയാവോ? അറിയാം. ജോഷുക്ക് അറിയാവോ? അന്നൊന്ന് പറഞ്ഞേ ജോഷുവേ, അടുപ്പിച്ച് പിടിച്ച് പറയണം കേട്ടോ. 121 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ നിർത്തി പറയണം കേട്ടോ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് എന്നെ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കുന്നതുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേക്കാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകൽ തിന്മയിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. എങ്ങനെയുണ്ടായിരുന്നു വചനം പറഞ്ഞത്? നന്നായി പറഞ്ഞോ? നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ജോഷുക്ക് വേണ്ടിയിട്ട്. ജോഷുവ മിടുക്കനാട്ടോ, നന്നായിട്ട് വചനം പറഞ്ഞു. പിടിച്ചു. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം പഠിക്കണം. പറഞ്ഞാണ്, കർത്താവാണ് നമ്മുടെ ഇടയൻ. നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴെല്ലാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും നമ്മളെക്കുറിച്ചൊരു സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആരുണ്ട്? നമ്മുടെ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? സ്നേഹിക്കണം, അനുസരിക്കണം, സഹായിക്കണം, ബഹുമാനിക്കണം. ഇത് നമ്മൾ ചെയ്തു തന്നെ വളരണം. ഒരിക്കലും മാതാപിതാക്കളെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. മോണാക്ട് കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എങ്കിൽ നമുക്കൊരു മോണാക്ട് കണ്ടാലോ? കാണാം. നമസ്കാരം ബഹുമാന്യരെ. കോടികളുടെ വിലയും നല്ല മഞ്ചാടിക്കുരു പോലെ സ്വർണ്ണ നാണയങ്ങളും നൽകുന്ന റിയാലിറ്റി ഷോകൾ ഏവർക്കും ഹരമാണ്. കുത്തക കമ്പനികൾ ഒരുക്കുന്ന ചൂതാട്ടക്കളത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന സമൂഹത്തിന് മുൻപിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. മെഗാ ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെ കാത്തിരിക്കുന്നു 5 കോടി രൂപ വരെയുള്ള ഒരു വിലയും 50 ലക്ഷത്തിന്റെ ഒരു ഫ്ലാറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഫോട്ടോ അടങ്ങിയ ബയോഡാറ്റ ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഈ തവണ എൻ്റെ മോക്ക് തന്നെ 1 കോടി. കഴിഞ്ഞ തവണ ഉണ്ടല്ലോ, അവളുടെ പകുതി പോലും പാടില്ലാത്തൊരു കൊച്ചാ 5 കോടിന്റെ വിലയും കൊണ്ട് പോയത്. ഈ തവണ നമുക്ക് തന്നെ 1 കോടി. എടീ സരസ്വതി, നീ ഒന്നടങ്ങടി. കുഞ്ഞിക്കുട്ടൻ്റെ അവസ്ഥ നിനക്ക് അറിയത്തില്ലയോ? ചെറുക്കനെ TV പാടിപ്പിച്ച് എല്ലാം ഇറ്റു തോലച്ചു. ഒടുക്കം കടക്കാരെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെയായില്ലേ? ഇതേണ്ടേ തള്ളേൻ്റെ കരുനാക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ശരി, ഈ തവണ എൻ്റെ മോള് തന്നെയാ സൺസിംഗർ. സരസു, 1 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലിരുന്ന കാശ് മുഴുവൻ തീർന്നു. ഒരു മോൾക്കാണ് സെലക്ഷനും കിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യുക? സരസു പറഞ്ഞു 5 ലക്ഷം രൂപ കൂടി പലിശക്ക് വേണമെന്ന്. താങ്കൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുറപ്പിന് ആധാരം ഇങ്ങാട് തരിക. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്ന് ചുമ്മാതിരി.
നമ്മുടെ ആരതി മോൾക്കുണ്ടല്ലോ ഇപ്പോൾ SMS-ന്റെ കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് ടോപ്പപ്പ് ഒക്കെ മേടിച്ച് ആ പരിചയക്കുറക്കെ കൊടുക്ക്. അമ്മ ഞാൻ താണ് സുബ്രഹ്മണ്യം, അങ്ക് சிங்கக்கு முதலாளி, அங்க 5 கோடி பரபுள்ளி. ഞാൻ താൻ സ്പോൺസർ പண்றதே. உங்களுக்கு வேணுமா? நல்ல പാലസ് മാതിരി സെറ്റപ്പ് ഇട്ട് പ്രമാണം പെർഫോം பண்ணுங்க. സരസു 5 ലക്ഷം തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? സരസ് പറഞ്ഞു 5 ലക്ഷം രൂപ കൂടി പലിശക്ക് വേണമെന്ന്. ഈട് തരാൻ ഒന്നുമില്ല. എങ്കിലും നോങ്ങളത് കലതും തരും. ആറതിയും കൂട്ടി വരിക. വേണ്ടമ്മേ വേണ്ട, എനിക്ക് അവൻ ഒരു സിംഗർ വാങ്ങണ്ട. ഇപ്പൊ തന്നെ നമ്മുടെ വീടും സ്ഥലവും അച്ഛൻ്റെ ജോലി എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്നെയും കൂടെ വിറ്റിട്ട് വേണോ അമ്മയ്ക്ക് സ്വപ്നത്തിലെ റാണിയാകാൻ. 5 കോടിയുടെ വിലയും 9 ലക്ഷത്തിന്റെ കാറുമാ. അതിന് വേണ്ടിയാ ഈ സരസ്വതിയെല്ലാം വിറ്റ് തുളച്ചത്. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി നീ. 5 ലക്ഷത്തിക്കോ സുന്ദരി പെണ്ണ് ഒന്ന് വെച്ച ഞാൻ 10 ലക്ഷം സമ്പാദിച്ചു തരും. വേണ്ട സോ വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ അമ്മയ്ക്ക് പ്രാന്താ. എന്നോട് ഇപ്പൊ തോന്നി കഴുകന്മാ, ചെന്നായികൾ, തെരുമു നായകൾ എല്ലാരും കൂടി എന്നെ. എടാ ഊരേ, അറിഞ്ഞോ നമ്മുടെ ബാങ്ക് മാനേജർ ഹരിനാഥന്റെ മകളുടെ ഫോട്ടോ ഇന്റർനെറ്റിൽ ഉണ്ടെന്ന്? ഇപ്പതാ എന്റെ ഫോണിലും. മോളെ ആരതി, ഓക്ക് എന്താ പറ്റിയേ? അവയുടെ പൊന്നു മുത്തന് എന്താ പറ്റിയേ? കഴുകൻ വരുന്നു, ചെന്നായികൾ വരുന്നു, തെരുവ് നായകൾ വരുന്നു. എന്നെ ഒന്നും ചെയ്യരുതേ. ഹരിയേട്ടാ, നമ്മുടെ മുഖം എന്താ പറ്റിയേ? അവക്ക് നാളെ സെമി ഫൈനൽ ഉള്ളതാ. സരസു എല്ലാവരുടെയും ഫൈനൽ ആടി. മോളെ ആരതി, നിന്റെ ഫോട്ടോ അച്ഛൻ ഇന്റർനെറ്റിൽ കണ്ടടി. സരസു, നീയാണ് ഇതിനൊക്കെ ഏറ്റത്തിന് കാരണം. നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ പോവുകയാ. നീ എന്നെ സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ച് സൂക്ഷിച്ചു നോക്കണം. അങ്ങനെ ഈ ഹരിനാഥ് ഇവിടെ എത്തി. കേൾക്കുന്നില്ലേ? അങ്ങ് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു ഗാനം ശ്രദ്ധിച്ചു നോക്ക്. ഒരു രൂപ തരണേ സാറേ, സിംഗ് ആരതിയാൽ ഞാൻ, സിംഗ് ആരതിയായി. പൊട്ടിയൊളിക്കുന്ന കൂരിൽ നിന്നുകൊണ്ട് വെട്ടിത്തിളങ്ങുന്ന കൊട്ടാരം സ്വപ്നം കാണുന്നതിന്റെ പിന്നിലെ ചതിക്കുഴികൾ കാണാൻ ഇനിയെങ്കിലും നമുക്ക് കണ്ണുകൾ തുറക്കാം. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, നമ്മളൊരു മോണാക്ട് കണ്ടായിരുന്നു അല്ലേ? ഈ മോണാക്റ്റിൽ നിന്നും എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിച്ചത്? ആരാണ് പറയുന്നത്, സന്ദേശം പറയുന്നത്? മോള് ട്രീസമോള് പറയാം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ പ്രോത്സാഹനവും നമ്മുടെ മാതാപിതാക്കൾ തരും. ഇപ്പൊ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒത്തിരി അധികം അവസരങ്ങൾ കാശ് ചെലവാക്കിയാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് മേടിച്ചു തരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ഥിതിയിൽ ചെന്ന് വരുമ്പോൾ വിശുദ്ധിയുള്ളവരായി തീരാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കണം, വിവേകത്തോടെ പെരുമാറണം. ഇപ്പൊ നോ പറയേണ്ടിടത്ത് നോ പറയാനാണ്, നമ്മളെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ആ ഒരു സന്ദേശമാണ്. നല്ലൊരു സന്ദേശമാണ് അല്ലേ? നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ടീച്ചറമ്മോട് നല്ലൊരു സന്ദേശം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വെക്കുന്ന ഇതാണ്, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, അവരെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. അവരെവിടെയെല്ലാം നമ്മളെ പറഞ്ഞയച്ചാലും നമ്മൾ വിവേകത്തോടു കൂടി, നല്ല മനസ്സോടുകൂടി മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അവർക്ക് വേണ്ടി നന്നായിട്ട് ജീവിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി നമുക്ക് നല്ലൊരു പ്രതിജ്ഞ ഹൃദയം കൊണ്ട് നമുക്ക് എടുക്കാം. കൂട്ടുകാരെ, സ്നേഹനിധിയായ തമ്പുരാൻ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. ഈ ശരീരം അവിടുത്തെ സ്നേഹസമ്മാനമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാം. എന്നെ എനിക്ക് ഇഷ്ടമാണ്. നമുക്കൊന്ന് പാടി പഠിച്ചാലോ? നമുക്കൊരു പാട്ട് പാടിയാലോ? എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക്
ഇഷ്ടമാണ്. എന്നോടെനിക്ക് ഇഷ്ടമാണ്. എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക് മതിപ്പാണ്. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. നാനേ 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 നാനേ. ഈ മണ്ണും ഈ വിണ്ണും ഈ മഴയും ഈ കാറ്റും ഈ മണ്ണും ഈ വിണ്ണും ഈ മഴയും ഈ കാറ്റും അച്ഛനും അമ്മയും സോദരൻ സ്നേഹിതൻ വീടും നാടും ഇഷ്ടമാണ്. അച്ഛനും അമ്മയും സോദരൻ സ്നേഹിതൻ വീടും നാടും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. നാനേ 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 നാനേ. എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക് മതിപ്പാണ്. എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക് മതിപ്പാണ്. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. നാനേ 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 നാനേ. കൂട്ടുകാരെ, തിരുവിരുന്നിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ. ക്യോം 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 കുഞ്ഞുങ്ങൾ മ്യാവ് 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 പാട്ടുമായി. എന്റെ വീട് പുഴക്കരയിലാ. ഹോ, എന്തൊരു വെള്ളപ്പൊക്കമായിരുന്നു ഇത്തവണ. എന്നീശോയേ, എന്റെ പൊന്നീശോയേ.